വേലു ഒരു കുപ്പി വെള്ളം മുഴുവൻ കുടിച്ചു തീർത്തു. അവനാകെ അമ്പരന്ന് നിൽക്കുകയാണ്. താൻ പറഞ്ഞ കാര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ രജനി അവന് കുറച്ച് സമയം കൊടുത്തു. ഡോക്ടർ എഡ്വേർഡാണ് പിന്നെ പറഞ്ഞു തുടങ്ങിയത്. അയാൾക്ക് നന്നായി തമിഴ് അറിയാമായിരുന്നു. മഹീന്ദൻ മൂന്നാമൻ ദണ്ഡ് കൈക്കലാക്കിയതിനു ശേഷം ലങ്ക പൂർണ്ണമായും സിംഹബാഹു വംശത്തിന്റെ കീഴിലായി. ദണ്ഡിനെ പറ്റി പിന്നെ ആർക്കും ഒന്നും അറിയില്ല. ഞങ്ങൾ കരുതുന്നത് ഇപ്പോഴും ദണ്ഡ് ലങ്കയിൽ തന്നെയുണ്ടെന്നാണ്. അങ്ങനെ വിശ്വസിക്കാൻ കാരണം ഞങ്ങൾ നടത്തിയ മറ്റൊരു അന്വേഷണമാണ്. മഹീന്ദൻ കഴിഞ്ഞു ലങ്ക ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ചരിത്രം സസൂക്ഷ്മം പഠിച്ചു. അതിൽ നിന്നും മനസ്സിലായത് മഹീന്ദന്റെ വംശപരമ്പരയിൽപ്പെട്ടവരാണ് പിന്നീടുള്ള 800 വർഷവും ലങ്ക ഭരിച്ചിരുന്നത്. ഞെട്ടിക്കുന്ന വസ്തുത എന്തെന്നാൽ ഇപ്പോ ഭരിക്കുന്നതും ആ രാജവംശം തന്നെയാണ്. അതേ വേലു, കരുണതിലകെ വീരാക്കോൺ മഹീന്ദന്റെ വംശപരമ്പരയിലുള്ളതാണ്. അപ്പോൾ പ്രസീത ഗുണശേഖര? വേലു സംശയഭാവേന ചോദിച്ചു. പ്രസീത ഗുണശേഖര ഇടതുപക്ഷ ചായ്വുള്ള മുൻ പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, RPSന്റെ ചെയർമാൻ, പരിഹാസ ചിരിയോടെ എഡ്വേർഡ് പറഞ്ഞു. കരുണതിലകയുടെ എല്ലാ നയങ്ങളെയും നഖശിഖാന്തം എതിർക്കുന്ന പ്രസീത പക്ഷേ ഒരു കാര്യത്തിൽ അയാളുമായി രഹസ്യമായെങ്കിലും യോജിക്കും. രണ്ടുപേരുടെയും മുതുമുത്തച്ഛൻ ഒരാളാണ്. ഈ ജനാധിപത്യ വ്യവസ്ഥയിലും ഒരു രാജവംശത്തിന് എങ്ങനെ ഭരിക്കാൻ കഴിയുന്നു എന്നത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ ഇവർ നടത്തിയ മെറ്റിക്കുലസ് പ്ലാനിംഗ് ആണ് ഒരു കാരണം. ശ്രീലങ്കയിൽ ഒരു കാലത്ത് 5ഓളം രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരുന്നു. അതിനെ 2 ചേരിയിലാക്കി ഇവർ മാറ്റി. 2 ചേരിയിലും ഈ വംശത്തിലുള്ളവർ നുഴഞ്ഞു കയറി അധികാര സ്ഥാനത്തെത്തി. ഇപ്പോൾ 2 ചേരികൾ 2 പാർട്ടികളായി രൂപാന്തരം പ്രാപിച്ച് നിങ്ങളെ മാറി മാറി ഭരിക്കുന്നു. ഒന്നാമത്തെ കാരണം പ്ലാനിംഗ് ആണെങ്കിൽ രണ്ടാമത്തേത് ഭാഗ്യമാണ്. പല അവസരങ്ങളിലും ഭാഗ്യമാണ് അവരെ തുണച്ചിട്ടുള്ളത്. പക്ഷേ ആ ഭാഗ്യത്തെ ഞങ്ങൾ ദണ്ഡിന്റെ ശക്തിയായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഈ രഹസ്യം വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് അറിയാവുന്നത്. ദണ്ഡ് അവരെ അജയരാക്കി. ബുദ്ധമതത്തെക്കുറിച്ചുള്ള റിസർച്ച് അത് ഒരു മറയാണെന്ന് വേലുവിന് മനസ്സിലായി കാണുമല്ലോ, രജനി പറഞ്ഞു. ഈ ദണ്ഡിന് പുറകെയായിരുന്നു കഴിഞ്ഞ 1 വർഷമായി ഞങ്ങളുടെ ടീം. ചോളവംശത്തെക്കുറിച്ചുള്ള പഠനങ്ങളുടെ ഇടയിലാണ് ഊസിപ്പടയുടെ പിൻതലമുറക്കാർ ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കിയത്. അതിൽ ഞങ്ങൾക്ക് ട്രേസ് ചെയ്യാൻ കഴിഞ്ഞത് 100 കൊല്ലം മുന്നേ തഞ്ചാവൂരിൽ നിന്നും കന്യാകുമാരിയിലേക്കും പിന്നെ അവിടുന്ന് ജാഫ്നയിലേക്കും കുടിയേറിയ വേലുവിന്റെ കുടുംബത്തെയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ഞങ്ങൾ വേലുവിന്റെ അച്ഛൻ മാണിക്കനെ കണ്ടെത്തിയത്. പക്ഷേ അദ്ദേഹം ഞങ്ങൾ പറഞ്ഞതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഇതിലൊന്നും വിശ്വാസമില്ലാത്ത പോലെയായിരുന്നു അച്ഛന്റെ പെരുമാറ്റം. പക്ഷേ തിരിച്ചു പോകും വഴി എഡ്വേർഡ് വേലുവിന്റെ അമ്മയ്ക്ക് തന്റെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തിരുന്നു. എന്തെങ്കിലും അസാധാരണമായ സംഭവങ്ങളോ അതോ ആരെങ്കിലും നിങ്ങളെ അന്വേഷിച്ചു വരികയാണെങ്കിലോ ഞങ്ങളെ അറിയിക്കുക എന്നും അമ്മയോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ തേടി നടന്ന ആൾ ഞങ്ങളുടെ മുന്നിലെത്തി. വേലു മാണിക്യ മുത്തുരായർ. എനിക്ക് ഒരു കാര്യം ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്തിനാണ് അവർ എന്നെ ചോദ്യം ചെയ്തിട്ട് വിട്ടയച്ചത്? വേലു ചോദിച്ചു. അതുതന്നെയാണ് ഞങ്ങളെയും അത്ഭുതപ്പെടുത്തുന്നത്. പക്ഷേ അവർ നിന്റെ പുറകെ തന്നെയുണ്ടെന്ന് ഉസാവി വട്ടയിലെ സംഭവത്തിൽ നിന്നും മനസ്സിലാക്കാം, എഡ്വേർഡ് പറഞ്ഞു. ദണ്ഡ് കൈക്കലാക്കാൻ വരുന്ന സംഘത്തിലെ ഒരാൾ. അങ്ങനെ ഒരു ത്രെറ്റായിരിക്കും അവർ നിന്നെ കാണുന്നത്. ഈ പച്ച കുത്തിയതാണ് നിന്നെ മനസ്സിലാക്കാൻ അവരെ സഹായിച്ചിട്ടുണ്ടാവുക. കുറച്ച് മൗനത്തിന് ശേഷം എഡ്വേർഡ് തുടർന്നു. വേലു, ഇനി കുറച്ച് ദിവസത്തേക്ക് ഞങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കണം. രജനിക്കൊപ്പം ഒരു യാത്രക്ക് തയ്യാറായിക്കൊള്ളൂ. ആദ്യം തലൈമാനാറിലേക്ക്. അവിടെ വെച്ച് അച്ഛനും അമ്മയും സഹോദരിയും വേലുവിനോടൊപ്പം ചേരും. പിന്നെ കടൽ കടന്നു അരിച്ചാൽ മുന വഴി ധനുഷ്കോടി. അവിടുന്ന് തഞ്ചാവൂരിലെ മുത്തുപ്പേട്ടു വനത്തിലേക്ക്. അവിടെ 100-ൽ താഴെ അംഗസംഖ്യയുള്ള കാട്ടുനായ്ക്കർ എന്നൊരു ആദിവാസി ഗോത്രമുണ്ട്. അവരെയാണ് നീ കാണേണ്ടത്. അവർ നിന്നെ പ്രതീക്ഷിക്കുന്നു.
ബാക്കി കാര്യങ്ങൾ യാത്രക്കിടെ രജനി പറഞ്ഞു തരും. ചാറ്റ് അവസാനിക്കും മുന്നേ ഒരു കാര്യം കൂടി എഡ്വേർഡ് കൂട്ടിച്ചേർത്തു. കരുണതിലകയുടെയും കൂട്ടരുടെയും വിശ്വാസം ശരിയാണ്. വേലു അവർക്കൊരു ഭീഷണിയാണ്. അതേസമയം ആർക്കും മുഖം കൊടുക്കാതെ തൻ്റെ മുറിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു കരുണതിലകെ. 55 വർഷങ്ങൾക്ക് മുന്നേ മുത്തച്ഛൻ പറഞ്ഞ വാക്കുകൾ അയാളുടെ ഓർമ്മകളിൽ മിന്നിമറഞ്ഞു. യുവരാജാവായി ജ്യേഷ്ഠൻ വീരതിലകനു പകരം തന്നെ വാഴിക്കാമെന്ന് യോഗത്തിൽ തീരുമാനിച്ച ദിവസമായിരുന്നു അന്ന്. മുത്തച്ഛൻ തന്നെ മടിയിലിരുത്തി വളരെ ഗൗരവത്തോടെ പറഞ്ഞു, നീയാണ് ലങ്കയുടെ ഭാവി ഭരണാധികാരി. രാജവംശം ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടാൻ പോകുന്നത് നിന്റെ ഭരണകാലത്താണ്. ദണ്ഡ് നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. എപ്പോഴും ശ്രദ്ധാലുവായിരിക്കുക. പക്ഷേ ആ പ്രതിസന്ധി തരണം ചെയ്താൽ നീ അജേയനായി തീരും. നിനക്കത് സാധിക്കും, എനിക്ക് വിശ്വാസമുണ്ട്. കരുണതിലകെ ഭരണത്തിലേറിയത് മുതൽ ആ വാക്കുകൾ എപ്പോഴും അയാളുടെ മനസ്സിലുണ്ടായിരുന്നു. ദണ്ഡിന് കൂടുതൽ സുരക്ഷ നൽകി. പക്ഷേ മുത്തച്ഛൻ പറഞ്ഞതെല്ലാം സത്യമാകുന്നതുപോലെ. ഓർമ്മകൾക്ക് അരുതി വരുത്തിക്കൊണ്ട് റെനാൽ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നു. വേലുവിനെ ഇതുവരെ പിടികൂടാനായിട്ടായില്ല. പക്ഷേ ഉടനെ അതിന് സാധിക്കും. അവൻ്റെ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും നമ്മുടെ ടീം പിടികൂടി ജാഫ്നയിലെ ക്യാമ്പിൽ എത്തിച്ചിട്ടുണ്ട്. കരുണ മുത്തച്ഛൻ്റെ ഛായാചിത്രത്തിലേക്ക് നോക്കി ചെറുതായി ഒന്ന് മന്ദഹസിച്ചു. എന്നിട്ട് അയാൾ തന്നോട് തന്നെയായി പറഞ്ഞു, ഞാൻ അജയ്യനാണ്.